നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കണ്ട ചൈനയിലെ വിശേഷങ്ങളടങ്ങുന്ന 13ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടിയാനൻമെൻ സ്ക്വയർ കണ്ട് മടങ്ങുന്ന ഭാഗത്ത് വെച്ചായിരുന്നല്ലോ അവസാനിപ്പിച്ചത്. നമുക്ക് യാത്ര തുടരാം. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ടിയാനൻമെൻ സ്ക്വയറിന് സമീപമുള്ള ഫോർബിഡൻ സിറ്റി അല്ലെങ്കിൽ വിലക്കപ്പെട്ട നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നതും ചൈനയുടെ പൂർവ്വകാല ചരിത്രത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇന്നും ലക്ഷക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്ന ആ ചരിത്ര സ്മാരകത്തിലേക്ക് ആയിരുന്നു. മിങ് രാജവംശത്തിൻ്റെ നാളുകൾ മുതൽ ക്വിങ് രാജവംശത്തിൻ്റെ അവസാനം വരെ ചൈനീസ് ചക്രവർത്തിമാരുടെ രാജകീയ കൊട്ടാര സമുച്ചയമായിരുന്നു വിലക്കപ്പെട്ട നഗരം അല്ലെങ്കിൽ ഫോർബിഡൻ സിറ്റി എന്ന് അറിയുന്ന ഈ നഗരം. നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നതല്ലോ. ഇതിൻ്റെ ആദ്യത്തെ പ്രവേശന കവാടമാണ് ദൂരെ നമ്മൾ കാണുന്നത്. ബീജിംഗ് നഗരത്തിൻ്റെ കേന്ദ്രഭാഗത്ത് ടിയാനമെൻ സ്ക്വയറിൻ്റെ സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5 നൂറ്റാണ്ടുകളോളം ചൈനീസ് ചക്രവർത്തിമാരുടെയും അവരുടെ പരിവാരങ്ങളുടെയും ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. എന്നാൽ ഇന്നിത് ഒരു മ്യൂസിയമാക്കി പാലസ് മ്യൂസിയം എന്ന പേരിൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. ക്രിസ്തുവർഷം 1406 മുതൽ 1420 വരെയാണ് ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടം. 78 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ കൊട്ടാരത്തിൽ 980ഓളം മന്ദിരങ്ങളുണ്ട്. ഞങ്ങളുടെ ഒരു സഹയാത്രികൻ വർഗീസ് സാറിൻ്റെ ഒരു സ്വല്പം വിശദീകരണത്തിലേക്ക് നമുക്ക് അല്പം ശ്രദ്ധിക്കാം. അതായത് 1990ലാണ് ടിയാനൻമെൻ സ്ക്വയറിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ റിവോൾട്ട് ഉണ്ടായി. അപ്പോൾ അന്നത്തെ ഭരണത്തിനെതിരായിട്ട് ഇവരുടെ അഴിമതിക്കെതിരായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് റിവോൾട്ട് ചെയ്തു. പാർട്ടിയിൽ ഉണ്ടായിരുന്ന അഴിമതി. സ്ക്വയർ എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയയാണ്, ഏക്കർ കണക്കിനുള്ള ഏരിയയാണ്, ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയയാണ്. അതിൻ്റെ 44 ഹെക്ടർ തൊട്ട് സ്ഥലമാണ് ദ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾ. ദ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾ അവിടെയാണ് ഇതിൻ്റെ പാർലമെന്റ് അല്ലെങ്കിൽ പൊളിറ്റ് ബ്യൂറോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. യെസ്, അതൊക്കെ VIP ഒക്കെ ഇപ്പം വന്നിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള VIP എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ടിയാനൻമെൻ സ്ക്വയർ ഇപ്പോൾ പാർഷ്യലി ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ അവർ പോയി കഴിഞ്ഞ് നാളെ ഒക്കെ പറ്റിയ ഒരു പക്ഷേ മൊത്തം അത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്യുമായിരിക്കും. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പെക്കിംഗ് എന്ന് പണ്ട് പറയുന്ന ബീജിംഗ്. ഇപ്പോൾ അത് അയൺ കർട്ടൻ എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് മറ്റു രാജ്യങ്ങൾക്ക് ഒന്നും അറിയത്തില്ല ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. മറ്റു രാജ്യങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം ചൈന എല്ലാവർക്കും വേണ്ടി ഓപ്പണാണ്. ഭൂരിഭാഗം സ്ഥലങ്ങളിലും ആർക്കും ഏത് വിദേശിക്കും പോയി കാണാം, താമസിക്കാം. ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അതിനുവേണ്ടി ടൂറിസത്തിന് വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. ഈ കാണുന്ന ടിയാനൻമെൻ സ്ക്വയർ ഒരു ചരിത്ര സ്മാരകമായിട്ട് ഇപ്പോൾ അവർ സംരക്ഷിക്കുകയാണ്. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും ഇവിടെ വന്ന് കുടിക്കുന്നത്. ഈ വിലക്കപ്പെട്ട നഗരത്തിലേക്ക് അല്ലെങ്കിൽ ഫോർബിഡൻ സിറ്റിയിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ 2-3 കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആദ്യത്തെ 2 കവാടങ്ങൾക്ക് പ്രവേശിക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ കൂടി കയറുന്നതിന് നമുക്ക് യാതൊരു ഫോർമാലിറ്റീസും ഇല്ല. ടിക്കറ്റ് എടുക്കേണ്ട പ്രശ്നമില്ല, ഒന്നുമില്ല, നമുക്ക് കയറാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രധാന കവാടമായ 3ാമത്തെ ആ എൻട്രിയിൽ നമ്മൾ കടന്നു പോകണമെങ്കിൽ വിലപ്പെട്ട നമ്മുടെ രേഖകളെല്ലാം അവരെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്, ചിലപ്പോൾ പാസ്പോർട്ട് ഉൾപ്പെടെ. അതിനുശേഷം അവിടുന്ന് ടിക്കറ്റ് നേരത്തെ തന്നെ റിസർവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്ക് 3ാമത്തെ ഗേറ്റിലൂടെ കടന്ന് യഥാർത്ഥ ഈ ഫോർബിഡൻ സിറ്റി കാണാനും അത് ആസ്വദിക്കാനും പറ്റുകയുള്ളൂ. ഏതായാലും ഞങ്ങൾ ആദ്യത്തെ കവാടത്തിലേക്ക് പോകുന്നതേ ഉള്ളൂ. ഈ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങളുടെ സഹയാത്രികൻ ഡോക്ടർ ഷാജിയുടെ വിശദീകരണത്തിലേക്ക്. ചരിത്ര സ്മാരകമായ ടിയാനൻമെൻ സ്ക്വയറിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ചൈന ബീജിംഗ് ഷാങ്ഹായ് യാത്രയുടെ ഭാഗമായി ടിയാനൻമെൻ സ്ക്വയറിലും ഒരു സന്ദർശനം. ഇപ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമായി മാറിയിരിക്കുന്നു. പണ്ട് വളരെയധികം പേര് പോലെ തന്നെ ഫോർബിഡൻ സിറ്റി, ഇതിൻ്റെ തൊട്ടടുത്താണ് ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്നത് ഫോർബിഡൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. ഞങ്ങളുടെ ചൈന സന്ദർശനത്തിൻ്റെ 6ാമത്തെ ദിവസമാണ് ഇന്ന്, ലാസ്റ്റ് ഡേ. നാളെ ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് യാത്രയാവുന്നു. ടിയാനൻമെൻ സ്ക്വയറും ഫോർബിഡൻ സിറ്റിയും സന്ദർശനത്തിന് ശേഷം ഷോപ്പിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവർഷം 1406 മുതൽ
1420 വരെയാണ് ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടമെന്നും 78 ലക്ഷം ചതുരശ്ര വിസ്തീർണമുള്ള ഈ കൊട്ടാരത്തിൽ 980ഓളം മന്ദിരങ്ങളുണ്ടെന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. 178 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന വിലക്കപ്പെട്ട നഗരത്തിലെ ആകെ 9999 മുറികളാണ് ഉള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പരമ്പരാഗത ചൈനീസ് വാസ്തുവിദ്യയാണ് വിലക്കപ്പെട്ട നഗരത്തിന്റെ നിർമ്മാണത്തിന് അവലംബിച്ചിരിക്കുന്നത്. 1987 ഈ പ്രദേശത്തിന് ലോക പൈതൃക പദവിയും ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ മെയിൻ ഗേറ്റിന്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആദ്യത്തെ ഗേറ്റ് സിജിൻ ചെങ് എന്ന ചൈനീസ് നാമത്തിന്റെ തർജ്ജിമയാണ് വിലക്കപ്പെട്ട നഗരം. ഇതിൽ സി എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധ്രുവ നക്ഷത്രത്തെയാണ് അർത്ഥമാക്കുന്നത്. ഇത് സ്വർഗത്തെ പ്രതീകവൽക്കരിക്കുന്നു. സ്വർഗത്തിലെ ചക്രവർത്തിമാരെ പോലെ ഭൂമിയിലും ചക്രവർത്തിമാർ ഉണ്ടെന്നാണ് ചൈനീസ് വിശ്വാസം. ഭൂമിയിലെ രാജാക്കന്മാരുടെ നഗരമായതിനാൽ പേരിനൊപ്പം പൊതുജനങ്ങൾക്ക് വിലക്കപ്പെട്ടത് എന്നർത്ഥം വരുന്ന ജിൻ എന്ന പദവും ചേർത്തു. ചെങ് എന്നാൽ ഒരു കൊട്ടാര നഗരം എന്നാണ്. അതായത് ഭൂമിയിലെ ചക്രവർത്തിമാരുടെ അനുവാദമില്ലാതെ ഏതൊരു വ്യക്തിക്കും രാജകൊട്ടാരത്തിലേക്കോ പ്രവേശിക്കുവാനോ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് പോകാനോ സാധിക്കുകയില്ല. ഈ അർത്ഥത്തിലാണ് കൊട്ടാര സമുച്ചയത്തെ അന്ന് വിലക്കപ്പെട്ട നഗരം എന്ന് വിളിച്ചു തുടങ്ങിയത്. പ്രവേശനത്തിന്റെ രണ്ടാമത്തെ കവാടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചത്. ഇനി മൂന്നാമത്, അതും അന്തിമമായി ഒരു ഗേറ്റ് ഉണ്ട്. അവിടെ വേണം നമ്മുടെ പാസ്പോർട്ടും ഡീറ്റെയിൽസും കൊടുക്കുകയും കടുത്ത സെക്യൂരിറ്റികൾക്ക് ശേഷം വേണം നമുക്ക് മൂന്നാമത്തെ ഗേറ്റ് പാസ് ചെയ്ത് ഈ നഗരത്തിന്റെ കാഴ്ചകൾ കാണാനും ചിത്രീകരിക്കാനും. കടുത്ത വെയിലിനെയും ചൂടിനെയും അവഗണിച്ചും നേരിട്ടുകൊണ്ടും ഞങ്ങൾ മൂന്നാമത്തെ ഗേറ്റിന്റെ സമീപത്തേക്ക് യാത്ര തുടർന്നു. ഇതിന്റെ ഞങ്ങളുടെ സഹയാത്രികനായ സേവ്യർ സാറിന്റെ വിശദീകരണത്തേക്ക് അല്പം ശ്രദ്ധിക്കാം. ഫോർബിഡൻ സിറ്റി എന്നാണ് പറയുക. അതായത് പഴയ കാലത്ത് ചക്രവർത്തിയുടെ കാലത്ത് പൊതുജനങ്ങൾക്ക് ഫോർബിഡൻ ആയിരുന്നു. ഇന്നാണ് ആളുകളെ അനുവദിക്കുന്നത്. പഴയ കാലത്ത് പൊതുജനങ്ങളെ രാജാവിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നത് കൊണ്ട് ആരെയും ഇങ്ങോട്ട് പ്രവേശിപ്പിച്ചിരുന്നില്ല. ഇന്ന് ചൈന കുറേശ്ശെ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ടൂറിസ്റ്റുകളെ അനുവദിക്കുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഇത് ചൈനീസ് ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമായി തുടരുന്നു. 72 ഹെക്ടർ ഉൾക്കൊള്ളുന്ന വാസ്തുവിദ്യാ ശൈലി പരമ്പരാഗത ചൈനീസ് കൊട്ടാര വാസ്തുവിദ്യയുടെ ഉദാഹരണമായി ഇന്നും നിലനിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത രാജകൊട്ടാര സമുച്ചയമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. മിങ് കിങ് രാജവംശങ്ങളിൽ നിന്നുള്ള വിപുലമായ കലാസൃഷ്ടികളും പുരാവസ്തുക്കളും ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയും. 2012 മുതൽ പ്രതിവർഷം ഏകദേശം 14 ദശലക്ഷം പേർ സന്ദർശിക്കുന്ന ഇതിന്റെ വിപണി മൂല്യം 2018 കണക്കൂട്ടിയപ്പോൾ $70 ബില്യൺ ആയിരുന്നു. കൂടാതെ കിഴക്കൻ ഏഷ്യയിലുടനീളവും അതിനപ്പുറവും വാസ്തുവിദ്യാ വികസനങ്ങളെ സ്വാധീനിക്കുന്നത് ഇന്നും ഇതും തുടരുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ചൈനയിലെത്തി ബീജിംഗ് കണ്ടെത്തുകയാണെങ്കിൽ, ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായും ചരിത്രപ്രധാനമായ ഈ നാഴികക്കല്ല് ഒന്ന് സന്ദർശിക്കേണ്ടതാണ്, കണ്ടിരിക്കേണ്ടതാണ്. മൂന്നാമത്തെ ഗേറ്റ് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അതിനിടയിൽ കുസൃതിക്കാരനായ എൻ്റെ മൊബൈൽ പകർത്തിയതാണ് ഈ രംഗം. കൊടി തോരണങ്ങൾ കെട്ടാൻ സഹാക്കൾ ഇവിടെയും സുലഭം, അല്ലാതെ എന്ത് പറയാനാണ്. മൂന്നാമത്തെ ഗേറ്റിന് സമീപം എത്താറായി. വലിയ ക്യൂ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില സമയത്ത് 1 മണിക്കൂറോളം നമ്മൾ വെയിലത്ത് നിൽക്കേണ്ടി വരുമെന്ന് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ സൂചിപ്പിച്ചിരുന്നു. ചരിത്രപ്രധാനമായ ഈ സ്മാരകം കാണാൻ വേണ്ടി ക്യൂവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. കുഞ്ഞു കുട്ടികളടക്കം വളരെയധികം പേരുകൾ സ്കൂൾ ക്യൂവിൽ ഉണ്ടായിരുന്നു. സ്വദേശികളും വിദേശികളുമായ അനേകം പേർ, ഏകദേശം 1000-1500ഓളം പേര് ആ ക്യൂവിലുണ്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടാവുന്നേ ഉണ്ടായിരുന്നു. ഞങ്ങളും കുറേയധികം സമയം വെയിൽ കൊണ്ട് അതിൽ നിൽക്കേണ്ടി വന്നു. ഏതായാലും അതിൻ്റെ ഫൈനൽ പോയിന്റിലേക്ക് ഞങ്ങൾ റീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാന എൻട്രി ഭാഗത്ത് ക്യാമറയോ വീഡിയോ പകർത്താനുള്ള അനുവാദം ഇല്ലായിരുന്നതിനാൽ ആ ഭാഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് നിങ്ങളിൽ എത്തിക്കാൻ സാധിക്കുകയില്ല. ഈ കാണുന്ന രംഗം ആ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് വരുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്. ആ സെക്യൂരിറ്റി ചെക്ക് സമയത്തും ആ ഇമിഗ്രേഷൻ സമയത്തും ഉള്ള വീഡിയോകൾ ഞാൻ എടുത്തിട്ടില്ല, നമുക്ക് എടുക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നു. ഇവിടെ നിന്നും നമുക്ക് ആ മെയിൻ പോയിന്റിലേക്ക് പ്രവേശിക്കാം. ഇതിനിടയിൽ എൻ്റെ ക്യാമറ വീണ്ടും ചില കുസൃതിത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഇവിടെ ഈ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിലക്കപ്പെട്ട നഗരത്തെക്കുറിച്ചുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിടങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് 9999 മുറികൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ.
വിദേശികളും സ്വദേശികളുമായിട്ടുള്ള മറ്റനേകം പേരാണ് ഈ സന്ദർഭം ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചൈനീസ് ഗൈഡ് ഈ പൊരുംവെയിലത്ത് ഞങ്ങളെ അനുഗമിക്കാൻ തയ്യാറല്ലായിരുന്നു. ആയതുകൊണ്ട് അവർ ചില നിർദ്ദേശങ്ങൾ നമുക്ക് തന്നു. In the center, we call the marble lane. It's not that meridian line. Because the emperor thought he is the son of the heaven, so he thought his palace should be in the center of the universe. So before he entered build the Forbidden City, he built the meridian line first. Built the meridian line first. That's why the name of the gate. ചൈനയുടെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള പ്രോവിഡൻസ് സിറ്റി അല്ലെങ്കിൽ വിലക്കപ്പെട്ട നഗരത്തിൽ ഞാൻ കണ്ട കാഴ്ചകളും ചിത്രീകരണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ സമീപിക്കുന്നവരെ എല്ലാവർക്കും നല്ലതായിട്ട് നന്മ വരട്ടെ.